ഇപ്പം ചേട്ടന്റെ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞല്ലോ. കെടാമംഗലം. കടാമംഗലം. അതൊരു എന്താ പറയാ, കടാമംഗലത്തെ കുറിച്ചൊന്ന് പറയാമോ? കാരണം കെടാമംഗലത്തെ കുറിച്ച് പറയുമ്പോൾ 3 ദേവാലയങ്ങളുടെ ഒരു നടുക്ക് സ്ഥലമാണ്. ഞാൻ സ്ഥലത്താണ്. താമസിക്കുന്നത് ഉം. എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്നത് ഏഴിക്കര കെടാമംഗലം ജുമാ മസ്ജിദ്. ആ. ആ ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാൻ റൈറ്റ് സൈഡിലേക്ക് ചാടി കടന്നാൽ വാണി വിഹാരം സരസ്വതി ക്ഷേത്രത്തിലേക്കാണ്. ആ വാണി വിഹാരം സരസ്വതി ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് തുറക്കുന്നത് മരിയ ജോൺ വിയാനി ചർച്ചിലേക്കാണ്. അതെ അതെ അതെ. ഒരിക്കൽ ദാസേട്ടൻ അവിടെ വന്നൊരു അങ്ങനത്തെ 3 ദേവാലയങ്ങളും അടുപ്പുകല്ല് പോലെയുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ അപൂർവമാണ്. അദ്ദേഹം കാണാൻ വന്നിട്ടുള്ളത്. ദാസേട്ടൻ അവിടേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഉദ്ഘാടനത്തിനൊക്കെ ആ വേണ്ടി ആ ആ അമ്പലത്തിലെ ഒരു നവരാത്രി ഉത്സവം ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ് ദാസേട്ടൻ. അത് ഭയങ്കര വലിയൊരു അല്ലേ, അവിടുത്തെ ആൾക്കാരുടെ ഒരു മനസ്സ് പോലെ തന്നെ ജാതി മതമൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഒരേപോലെ തന്നെ. അപ്പൊ അവിടുത്തെ ഒരു ഫെസ്റ്റിവൽ സമയത്ത് ആ പ്രോഗ്രാംസ് ഒക്കെ എല്ലാ പള്ളിയിലാണെങ്കിലും പങ്കെടുക്കാറുണ്ട്. നമ്മള് ആ അമ്പലത്തിലും ആ പള്ളിയിലൊക്കെ പാടിയിട്ടാണ് നമ്മൾ പാട്ടുകാരനായത്. അങ്ങനെ അവിടെ ജാതി മത വർണ്ണവർഗ ലിംഗ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത നല്ല മനസ്സുള്ള ആൾക്കാർ. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഭാഗത്ത് എപ്പോഴും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാവില്ലേ. കെടാമംഗലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കെടാമംഗലം സദാനന്ദൻ കേട്ടിട്ടുണ്ടോ? കെടാമംഗലം സദാനന്ദൻ ലോകത്തിലെ കഥാപ്രസംഗ കല എന്ന് പറയുന്ന കലയുടെ വക്താക്കളിൽ പ്രമുഖനാണ് അദ്ദേഹം. ഒരാള് പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ, ഒരാള് വി സാംബശിവൻ. കേട്ടിട്ടുണ്ട്?